ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാൽ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് എന്ന് വെച്ചാൽ കണ്ട കുറേ സാധനങ്ങൾ ഒന്നും ആഡ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് അതേസമയം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റായിട്ടോ. അപ്പം നല്ല ഇങ്ങനെ മൊരിഞ്ഞ ആയിട്ട് ഹെൽത്തിയാണ്. നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 250-ൻ്റെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കൈ വെച്ചത് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ അതിനായിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നുമല്ല, എന്നാലും ഒരിത്തിരി ഒരു വ്യത്യാസത്തിലൊന്ന് കുഴച്ചിങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാട്ടോ ഞാൻ ചെയ്യണത്. മസാല ഞാൻ ഓയിലിലും ഫ്രൈ ചെയ്യണത് സാധാ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. അത് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ സവാളയാണ് നമ്മുടെ മെയിൻ ഫില്ലിങ്ങിന് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യണത് സവാളയാണ്. അപ്പോൾ സവാള ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. അത് ഞാൻ പറയാം, ഇതൊന്നും ആഡ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ സവാള ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. നന്നായി ചെറുതാക്കി അരിയണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ആദ്യം തന്നെ കുറേ ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ സവാള വാടാളം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഭയങ്കര ഇങ്ങനെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ. മുരിയരുത്. നമ്മുടെ ഈ മസാല അങ്ങനെയാണ്, വേറെ ഫില്ലിങ്ങായിട്ട് വേറെ ഒന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് കേട്ടോ. കുഞ്ഞുമക്കളുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി, പച്ചമുളക് കടിക്കാൻ കിട്ടണ്ട അവർക്ക്. അപ്പോൾ ഇവിടെ പിന്നൊക്കെ വലിയ പിള്ളേരാണ് കേട്ടോ, അതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം കേട്ടോ ഇട്ടിട്ടുള്ള പച്ചമുളക്, അതും ചെറുതാക്കി നുറുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. മുരിഞ്ഞ് വരരുത്, നമ്മൾ മസാലക്കറി വെക്കുന്ന പോലെ മുരിയരുത്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം മസാല ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കണ ഒരു കറിയാണിത്. അപ്പോൾ അത് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതി. ടീസ്പൂൺ കണക്കാണ്, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ ആഡ് ചെയ്യാത്ത കാരണം അധികം മല്ലിപ്പൊടിയൊന്നും വേണ്ട, കുറച്ച് മല്ലിപ്പൊടി മതി. ഒരു പേരിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി, ആ പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടിയുടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക, മുളക് പൊടിയൊന്നും ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു പീസ്. അത് ഓപ്ഷനിലാണ്, മീൻസ് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പീസ് കറി വെച്ച് ബാക്കി ക്യാപ്സിക്കം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല കേട്ടോ. അത് ഇട്ടാൽ ടേസ്റ്റ് അങ്ങനെ കേട്ടോ. ക്യാപ്സിക്കം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ആ ക്യാപ്സിക്കം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിന്. മല്ലിയില അതൊന്നും ഞാൻ ആഡ് ചെയ്യില്ല, കറിവേപ്പില മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം, പക്ഷെ മല്ലിയില ഇടാണ്ട് ഇരിക്കുകയാണ് കേട്ടോ രസം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ള അതും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ട് കണ്ടേ, ഇതേപോലെ ഈ ഒരു സ്റ്റേജിൽ മതിയിട്ട് അങ്ങനെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുക എന്ന് പറയില്ലേ, അത്ര മതി. മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറും നമ്മുടെ ഫില്ലിങ്ങിൻ്റെ. അപ്പോൾ ഇത്ര മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കേണ്ട. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചിരിക്കട്ടെ. ഇന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാറണമല്ലോ. അല്ലെങ്കിൽ അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ ഇതൊന്നും ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് മാറ്റട്ടെ കേട്ടോ.
അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അതെടുക്കുക. അതിന് ഒരു ഇത്തിരി എടുക്കാട്ടെ. ഇത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂരിയുടെ വലിപ്പം ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പൂരിയല്ല, വീട്ടിലുണ്ടാക്കുന്ന പൂരിക്ക് ഇത്തിരിയും കൂടിയും. ഞങ്ങളൊക്കെ പൂരി ഇത്തിരി വലിപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയ പൂരി ഫ്രൈ ചെയ്യാൻ കിട്ടുന്നത് വലിയതാണ്. അത്ര വലുതാക്കി ഞങ്ങൾ ഉണ്ടാക്കാറില്ല വീട്ടിൽ. അപ്പോൾ ചെറിയൊരു ഇത് എടുക്കാട്ടോ. ഒരു ചെറിയൊരു ഉണ്ട പോലെ എടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ. ചെറിയൊരു കനത്തിൽ കേട്ടോ, പൂരിയുടെ കനം തന്നെ പറയാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടല്ലോ, ഞാൻ ഒരു ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എഡ്ജ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കൈ വെച്ച് ചെയ്താലും മതി, ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഫില്ലിങ് ഒന്നും പുറത്തേക്ക് വരില്ല. എന്നാലും ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് എടുത്തിട്ട്, അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും നമ്മുടെ എഡ്ജൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേഫും ആയി, പേടിക്കും വേണ്ട, എന്നാൽ ഒരു ഭംഗിയും ആവും താനും. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാതും ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മെനക്കെട്ട പണിയാണ്. അപ്പോൾ നമ്മൾ പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ്ങിന് ഓയിലും ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം കേട്ടോ. നന്നായി ചൂടാവണം, ഇങ്ങനെ പുകയണം, മീൻസ് ഇങ്ങനെ നന്നായി തിളക്കണ പോലെ ആവണം. അതിന് ശേഷം തീയൊന്ന് സിം ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് ഇടുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഭയങ്കര ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും നമ്മുടെ. അപ്പോൾ ഉള്ളൊന്നും ഇതാവില്ല, മുരിഞ്ഞൊന്നും വരില്ല, പെട്ടെന്ന് കരിയും, പുറം ഭാഗം ഇങ്ങനെ കരിഞ്ഞു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. നേരത്തെ തീയൊന്ന് സിമ്മാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാട്ടെ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഓരോന്നിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ നന്നായി പൊന്തി വരും. നന്നായി ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും കേട്ടോ. നല്ല ഒരു ഭാഗം ഇപ്പോൾ നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം നമുക്ക് ഇതൊന്ന്. എന്നിട്ട് ഇങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ നിറാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കുറച്ചായുണ്ട്. ഇതൊന്ന് ഇനി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ നല്ലത്. ഈ ഒരു കളറിൽ കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് കിട്ടിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത്, ഇപ്പോൾ 8 അവസാനത്തെ ബാച്ചാണ്. അപ്പോൾ 3 എണ്ണക്കില്ല, പിന്നെയൊക്കെ 3 എണ്ണൊക്കെ ആക്കി ഇട്ട് തുടങ്ങി. എന്നിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രസമുള്ള സ്നാക്കായിട്ട്, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.